2 മാസമായി തുടരുന്ന US-ഇറാൻ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇറാൻ ഒരു പുതിയ സമാധാന കരാർ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാമെന്നതാണ് ഇറാന്റെ പ്രധാന വാഗ്ദാനം. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ഇവിടം തുറക്കുന്നതോടെ ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടത്തിന് അറുതി വരുമെന്ന് ലോകരാഷ്ട്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. പകരം ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നാവിക ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ ആവശ്യം. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നതും ഇറാനും US-ഉം കപ്പൽ ഉപരോധം കടുപ്പിച്ചതുമാണ് എണ്ണവിലയെ കുതിപ്പിന്റെ പാതയിലാക്കിയത്. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം ശരാശരി 135 കപ്പലുകൾ പോയിരുന്ന പാത ഇപ്പോൾ ഏറെക്കുറെ നിശ്ചലമാണ്. 100 കണക്കിന് കപ്പലുകൾ ഹോർമുസിന് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുകയാണ്. ഈ കപ്പലുകളിലായി ഏതാണ്ട് 20,000-ൽ പരം ജീവനക്കാരുമുണ്ട്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിനിടെയാണ് പുതിയ നയതന്ത്ര നീക്കവുമായി ഇറാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ മധ്യസ്ഥനാക്കിയാണ് ഈ സമാധാന നീക്കങ്ങൾ നടക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിന്റെ 2ാം ഘട്ട സമാധാന ചർച്ച പാകിസ്ഥാനിൽ നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചർച്ചയുടെ ചട്ടക്കൂട് രൂപീകരിക്കുന്നതിലെ അഭിപ്രായ വ്യത്യാസം കാരണം ഇരു വിഭാഗവും പിൻവാങ്ങുകയായിരുന്നു. ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയതിനു ശേഷം മടങ്ങുകയായിരുന്നു. ട്രംപ് പ്രതിനിധി സംഘത്തിന്റെ പാക് യാത്ര റദ്ദാക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ചർച്ചയ്ക്ക് തയ്യാറെങ്കിൽ ഇറാന് തങ്ങളെ ഫോണിൽ വിളിക്കാമെന്ന് ട്രംപ് പ്രതികരിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിനെ കണ്ട് പിന്തുണ ഉറപ്പാക്കാനായി അരാക്ചി ഇപ്പോൾ മോസ്കോയിൽ എത്തിയിരിക്കുകയാണ്. പുടിൻ അരാക്ചി കൂടിക്കാഴ്ച സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ് നടക്കുന്നത്. പാകിസ്ഥാൻ, ഒമാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് അരാക്ചിയുടെ റഷ്യൻ സന്ദർശനം. പുടിനുമായുള്ള കൂടിക്കാഴ്ച യുദ്ധത്തിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏറ്റവും പുതിയ സാഹചര്യം അവലോകനം ചെയ്യുന്നതിനും നല്ല അവസരമായിരിക്കുമെന്നാണ് അരാക്ചി പറഞ്ഞത്. യുദ്ധം അവസാനിക്കുകയെന്നത് ഇപ്പോൾ ലോകത്തിന്റെ ആകെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കുമോ അതോ നാവിക ഉപരോധം കൂടുതൽ ശക്തമാകുമോ? ചർച്ചയുടെ പര്യവസാനത്തിനായി ലോകരാജ്യങ്ങൾ കാത്തിരിക്കുകയാണ്.